വിളിച്ച് മെമ്പറിനോട് പറഞ്ഞപ്പോ പറയാം പട്ടി കൊല്ലം പഞ്ചായത്തിൽ നിയമമില്ല. ഇതാണ്, പട്ടികളെ കൊല്ലാനുള്ള ഒരു നിയമവും നമ്മുടെ നാട്ടിലില്ല. പക്ഷേ ഇതുപോലെ കുഞ്ഞുങ്ങളെ കടിച്ചു കീറി കൊല്ലാനുള്ള എല്ലാ നിയമ സാധ്യതകളും ഒരുക്കി കൊടുക്കുന്ന ഒരു നാടാണല്ലോ ഈ നാടെന്ന് പറയുന്നത്. കാരണം ഇവറ്റകളെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ 100 പേര് ഇളകും മൃഗസ്നേഹികൾ എന്ന പേരിൽ. എന്നാൽ ഈ കുഞ്ഞുങ്ങളെ കൊന്നതിന് ശേഷം ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുന്നത് കേട്ടോ. മൃഗസ്നേഹമൊക്കെ നല്ലതാണ്, പക്ഷേ അതിൻ്റെ കൂടെ കുറച്ച് മനുഷ്യ സ്നേഹവും കനിവൂടെ ഉണ്ടാകുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. പഞ്ചായത്ത് രാജ് ആക്ടൊക്കെ 166 എന്താ പറയുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ എല്ലായിടത്തും ഈ പറയുന്ന കണക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാവണം എന്നൊക്കെ പറയുന്നത് പിന്നെ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഓരോ പഞ്ചായത്തിലും ഈ തെരുവുനായ ശല്യം കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെയാണ് അറിയിക്കേണ്ടതെന്ന് പറയുന്നത്. അവരാണ് ഇതിൻ്റെ നടപടികൾ എടുക്കേണ്ടതെന്ന് പറയുന്നത്. കൂടുതലാവുകയാണെങ്കിൽ അതിനെയൊക്കെ പിടിച്ചു കെട്ടി മറ്റൊരു ഷെൽട്ടറിലേക്ക് മാറ്റുള്ള കാര്യങ്ങൾ, അതിനെയൊക്കെ കൃത്യസമയത്ത് സ്റ്റെറിലൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് പോലും അറിയാത്തൊരു കാര്യമാണ്. ഈ തെരുവിൽ അലഞ്ഞ് നടക്കുന്ന മൃഗസ്നേഹികളായിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതിനൊക്കെ ഭക്ഷണം കൊടുക്കുന്നു. ആ ഭക്ഷണം കൊടുത്ത് തന്നെയാണ് പെറ്റ് പെരുക്കി നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തിരുന്ന് കളിക്കുന്ന കുഞ്ഞുങ്ങളെ പോലും കടിച്ചു കീറി വീട്ടിൻ്റെ അകത്തേക്ക് കയറി കടിച്ചു കയറുന്ന രീതിക്ക് ഇതൊക്കെ പെറ്റ് പെരുകുന്നതെന്ന് പറയുന്നത്. അറവുശാലയിൽ നിന്ന് മാലിന്യങ്ങൾ യഥേഷ്ടം ഇതിനൊക്കെ തള്ളി കൊടുക്കുന്ന സമയത്ത് അത് കണ്ടു കഴിഞ്ഞാൽ ഒമാർക്ക് വെറും ഒരു പെറ്റി മാത്രം കൊടുക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഒന്നുകിൽ ഇതിനെയൊക്കെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വകുപ്പിൻ്റെ ബാക്കി കാര്യങ്ങളുണ്ടോ ഒന്നും ആവശ്യമില്ലല്ലോ. ഇതിനൊക്കെ കൃത്യമായിട്ട് എല്ലാ ആൾക്കാരും ഉത്തരം പറയേണ്ട കാര്യമാണ്. നമ്മുടെ സർക്കാരായാലും പഞ്ചായത്തായാലും ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളായാലും ആരോഗ്യ വകുപ്പായാലും അതിൻ്റെ കൂടെ പ്രതിപക്ഷവും മറ്റ് സംഘടനകളായാലും എന്ത് തന്നെയായാലും. കാരണം നമുക്കൊരു പ്രതിപക്ഷം ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ അവകാശ ലംഘനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലപ്പുറത്തേക്ക് സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളെയും വാദങ്ങളെ എതിർക്കാൻ വേണ്ടി മാത്രമല്ല നമുക്കൊരു പ്രതിപക്ഷം വേണ്ടതെന്ന് പറയുന്നത്. നമുക്ക് വേണ്ടി സംസാരിക്കാനും വേണം. നമുക്ക് വേണ്ട അവകാശങ്ങൾ, അധികാരങ്ങൾ, ബാക്കി കാര്യങ്ങൾ പിടിച്ചെടുത്ത് തരാനും അവർ സംസാരിക്കണം. അതല്ലാതെ അവർക്ക് വേണ്ടി മാത്രം നിൽക്കാനുള്ളവരല്ല. അപ്പം ഈ അമ്മയ്ക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ എല്ലാ ആൾക്കാരും ബാധ്യസ്ഥരാണ്.